ഇൻസുലിൻ കൂടുതലുള്ള അല്ല ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻസിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനും കിഡ്നി ക്യാൻസർ വരാനും എല്ലാ ക്യാൻസറുകൾക്കും സാധ്യത കൂടുതലാണ്. കാരണം ഈ ഇൻസുലിൻ കൂടുന്നത് തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് 2 ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക മരുന്നുകളും ഇൻസുലിൻ്റെ അളവ് കൂട്ടുന്നതാണ്. അപ്പം അത് ഇൻസുലിൻ ക്യാൻസറോജനിക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ കൂടി നിൽക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പർലി വർക്ക് ചെയ്യില്ല. അതിൽ പ്രത്യേകിച്ച് ഈ നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയും, നമ്മുടെ അണുക്കളെയോ അല്ലെങ്കിൽ ക്യാൻസർ സെല്ലുകളെയോ ഇതിനെയൊക്കെ നശിപ്പിക്കുന്ന ഇതുണ്ട്. അതുകൊണ്ട് ഡയബറ്റീസ് ഉള്ളവർക്ക് ഇൻഫെക്ഷൻ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ടെന്നും ഇൻഫെക്ഷൻ വന്നാൽ കൺട്രോൾ ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാണെന്നും എല്ലാവർക്കും അറിയാമല്ലോ. ഇതുപോലെ തന്നെയാണ് ക്യാൻസറും ഡയബറ്റീസും. ക്യാൻസർ ആണെങ്കിലും ഇൻഫെക്ഷൻ ആണെങ്കിലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ ഒരേ രീതിയിൽ തന്നെയാണ് അതിനെ അവർ മാനേജ് ചെയ്യേണ്ടത്. അവർക്ക് ബ്ലഡ് ലെവൽ കൂടി ഇൻസുലിൻ ലെവൽ കൂടി നിൽക്കുമ്പോൾ വർക്ക് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പർലി വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയബറ്റീസ് കറക്റ്റ് ചെയ്യേണ്ടതും ഡയബറ്റീസ് കറക്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇൻസുലിൻ ലെവൽ കുറയ്ക്കുകയും ഷുഗർ ലെവൽ കുറയ്ക്കുകയും ഡയബറ്റീസിൻ്റെ മരുന്നുകൾ ഒഴിവാക്കി ഇൻസുലിൻ ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. പക്ഷെ അതിനൊന്നും ആരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാരണം അതിനെക്കുറിച്ചുള്ള അവയർനെസ് കുറവാണ്. പിന്നെ എല്ലാം ഇങ്ങനെ സെഗ്മെൻ്റലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും വരുമ്പം നേരെ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എല്ലാ കീമോതെറാപ്യൂട്ടിക് ഏജൻസും വെരി ടോക്സിക് ആണ്, നമ്മുടെ ബോഡി ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റേഡിയേഷനും അതുപോലെ തന്നെ വെരി ടോക്സിക് ആണ്, നമ്മുടെ ബോഡിയെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനാണ് ഇന്ന് സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ കാര്യമൊക്കെ ആർക്കും താല്പര്യമില്ല. കാരണം അതിൻ്റെ ഒത്തിരി എക്കണോമിക്സും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാവാം. അപ്പം എന്താണെങ്കിലും മോഡേൺ മെഡിസിനിലെ ഡോക്ടേഴ്സ് വളരെ കുറവാണ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്. പക്ഷേ ബേസിക്കലി മോഡേൺ മെഡിസിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണെന്നുള്ള സത്യം പോലും പലപ്പോഴും മറന്നു പോകുന്നു, ഡോക്ടേഴ്സ് മാത്രമല്ല പേഷ്യൻസ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.